സമൂഹത്തിന് നന്മയേകുന്ന സന്യാസത്തിൻ്റെ സുന്ദര ചിത്രങ്ങൾ. ക്രിസ്തു സ്നേഹത്തിൻ്റെ പരിമളം ആലംബഹീനർക്കായി പകർന്നു നൽകുന്നവർ. ഇത് ഡോട്ടേഴ്സ് ഓഫ് നസറത്ത് സന്യാസ സഭയുടെ കീഴിൽ ബധിരരായ കുഞ്ഞുങ്ങൾക്കായി പ്രവർത്തിക്കുന്ന കൊച്ചി മുണ്ടംവേലിയിലെ ഫാദർ അഗസ്റ്റീനോ വിച്ചീനി സ്പെഷ്യൽ സ്കൂൾ. നസ്രത്തിലെ പുണ്യങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് ബധിരരായ മക്കളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു നയിക്കാൻ സഹായിക്കുന്ന ഈ സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും ഈ സന്യാസ സഭയുടെ പ്രേക്ഷിത നന്മകളും സുപ്പീരിയർ സിസ്റ്റർ ജാൻസി നമ്മോട് പങ്കുവയ്ക്കുന്നു. ഇന്ന് നമ്മൾ തണൽ മരങ്ങൾ എടുക്കുന്നത് സിസ്റ്ററിനെയും സിസ്റ്ററിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ചില സിസ്റ്റേഴ്സിനെയും നിങ്ങളുടെ ഇവിടുത്തെ അനേകർക്ക് തണലേകുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മളിന്ന് ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് സിസ്റ്ററിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സംശയത്തെ അപ്പോൾ സിസ്റ്ററിൻ്റെ ഈ കോൺഗ്രിഗേഷനിലേക്ക് വരുന്നതിന് മുമ്പുള്ള ലൈഫിനെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഇതിലേക്ക് ഇങ്ങനെ ഒരു ദൈവവിളിയിലേക്ക് വരാനിടയായ കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് പറയാമോ? പറയാം. എൻ്റെ പേര് സിസ്റ്റർ ജാൻസി കാട്ടിപ്പറമ്പ്. എൻ്റെ വീട് തോപ്പുംപടിയിലാണ്. സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചാണ് എൻ്റെ ഇടവക. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, ഞങ്ങൾ 5 മക്കളാണ്. അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ 26 വർഷമായി. പിന്നെ ഞാൻ കൊച്ചുനാൾ മുതലേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു സിസ്റ്റർ ആകണമെന്ന്. ഞാൻ പഠിച്ചത് അവർ ലേഡീസ് തോപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ്റിലാണ്. അവിടെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളാണല്ലോ. അപ്പോൾ സിസ്റ്റേഴ്സിന് പലപ്പോഴും ഇങ്ങനെ കണ്ടുമുട്ടുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ഒക്കെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് സിസ്റ്റേഴ്സിനോടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെ എന്നോട് ചോദിച്ചാലും ആരായിത്തീരാനാണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് സിസ്റ്ററായി തീരാനാണ് ആഗ്രഹം എന്ന് പറയും. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടനെ കോൺവെൻറ്റിൽ ചേരാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാൻ എന്നിട്ട് ഒരു വൊക്കേഷൻ ക്യാമ്പിൽ പങ്കെടുത്തു. അത് റോസൈ കോൺവെൻറ്റിലായിരുന്നു. അവിടെ അത് കഴിഞ്ഞ് ക്യാമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കോൺവെൻറ്റിൽ ചേർന്നാൽ മതി. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മച്ചി അതിനെതിരായിരുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞ് നമ്മൾ പ്രീ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി, അപ്പോൾ ഒന്നുകൂടി ചിന്തിക്കാനുള്ളൊരു പ്രായമാകുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയി. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത അങ്ങോട്ട് കുറഞ്ഞ്. പക്ഷെ ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിൽ അപ്പം അതിനോട് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് സിസ്റ്റർ ആകാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ അതെപ്പോഴും തടസ്സപ്പെടുത്തുമായിരുന്നു. സിസ്റ്റർ ഒരിക്കലും ആകരുതും, നമ്മൾ മുന്നോട്ട് പോകണം, കല്യാണം കഴിച്ച് ജീവിക്കണം എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറയില്ല, ഞാൻ സിസ്റ്ററേ ആവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് എക്സാം ആയപ്പോഴാണ് ആ കൂട്ടുകാരത്തിന് വീണ്ടും കാണുന്നത്. ആ സമയത്ത് പിന്നെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ എന്നോട് ആദ്യം ചോദിച്ചത് സിസ്റ്റർ ആകരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ സിസ്റ്റർ ആവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് എനിക്കൊരു സമാധാനമില്ല. ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോട് ഞാൻ പറഞ്ഞതല്ല സിസ്റ്റർ ആകുമെന്നുള്ളത്. ആ നിമിഷം എനിക്ക് ശരിക്കും ഞാൻ തീരുമാനമെടുത്ത് ഇനി ഞാൻ സിസ്റ്റർ ആകുള്ളൂ, ഞാൻ എങ്ങനെയും കോൺവെൻറ്റിൽ ചേരും എന്നുള്ള ആ ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് ഞാൻ വീട്ടിലോട്ട് കയറിയത്. അമ്മച്ചിനോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ തീരുമാനിച്ച് ഞാൻ സിസ്റ്റർ തന്നെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ അടുത്ത് തന്നെ ഞങ്ങളുടെ ഈ കോൺഗ്രിഗേഷൻ ഉണ്ടായിരുന്നു. അവർ പള്ളിയിലേക്ക് വരുമ്പോൾ ഞാൻ കാണുമായിരുന്നു. അപ്പോൾ അമ്മച്ചി ഞാനിത് പറഞ്ഞപ്പോൾ തുടങ്ങി അമ്മച്ചി എനിക്ക് തടസ്സം നിൽക്കുകയാണ്. മോളെ സിസ്റ്ററാകാൻ പോയില്ലെങ്കിലും നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം, വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അമ്മച്ചി പലപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തടസ്സപ്പെടുത്തി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പിന്നെ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞ് 4 പെൺമക്കളാണ് ഞങ്ങളോട്. അപ്പോൾ ഈ 4 പെൺമക്കളിൽ ആരെങ്കിലും ഒരാൾ കന്യാസ്ത്രീയാകാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ മോള് തന്നെ പോകണമെന്നില്ലല്ലോ, വേറെ ആരെങ്കിലുമൊക്കെ പോയാൽ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഞാൻ ഒത്തിരി നാളായി ഇത് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ആ ഒരു തീരുമാനം ഞാൻ എടുത്തു. അന്ന് മോളുടെ ആഗ്രഹമാണെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പച്ചന് സന്തോഷമുള്ളെന്ന് പറഞ്ഞു. പിന്നെ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ എനിക്ക് മോളെ കാണാൻ ആഗ്രഹം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒക്കെ അറിയാൻ തുടങ്ങും. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല അമ്മച്ചി, ഒരു നല്ലൊരു കാര്യത്തിനല്ലേ ഞാൻ പോകുന്നത്, അമ്മച്ചി പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയായിക്കോളും എന്ന് പറയും. പിന്നെ എനിക്കൊരാങ്ങളേ ഉള്ളൂ.
ആങ്ങളെയുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ 5 മക്കളാണ്, അതിൽ മൂത്തത് ഞാനാണ്. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ അമ്മച്ചിയില്ലെങ്കിലും അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊണ്ട് എല്ലാം ചെയ്യുമായിരുന്നു. അവനും അതുപോലെ തന്നെ ഒരു അമ്മേനോടുള്ള ഒരു സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ ഒരു ദിവസം എന്നോട് പറഞ്ഞ്, ചേച്ചി പോകണ്ട ചേച്ചി, എന്നെ ഇനി ആരാ പഠിപ്പിക്കണത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സൊന്നും പതറി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ അങ്ങനെ പറയരുത്, ചേച്ചി ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ മോൻ പ്രാർത്ഥിക്കണം, ചേച്ചിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ആരെങ്കിലുമായിട്ടൊക്കെ മോന് കിട്ടും, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് ആരെങ്കിലുമായിട്ട് കിട്ടും. അപ്പോൾ മോൻ ചേച്ചിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുന്നതുകൊണ്ട് മോൻ ഒരിക്കലും തടസ്സം പറയരുത് കേട്ടാന്ന് പറയും. പിന്നെ അവൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല. പിന്നെ ഞാൻ കോൺവെൻറ്റിൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് കോൺവെൻറ്റിൽ ചേരാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ 1984 ആ വർഷമാണ് കോൺവെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ ചെന്ന് ചോദിച്ച്, എനിക്ക് കോൺവെൻറ്റിൽ ചേരാൻ ആഗ്രഹമുണ്ട്, ഞാൻ വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ മെയ് 1984 മെയ് 12 ഇവിടുത്തെ ഇനോഗ്രേഷൻ നടന്നത്. അത് കഴിഞ്ഞ് ഇവിടുത്തെ മദർ പറഞ്ഞ് ഇനി ജൂൺ 23 കോൺവെൻറ്റിൽ എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിസ്റ്റർ ഞാനിവിടെ കോൺവെൻറ്റിൽ ചേർന്നത്. ഈ കോൺഗ്രിഗേഷനെ കുറിച്ച് പറയാമോ സിസ്റ്റർ? ഞങ്ങളുടെ സഭ സ്റ്റാർട്ട് ചെയ്തത് 1893 ഒരു ഫ്രാൻസിസ്കൻ ഫാദറായിരുന്നു, ഫാദർ അഗസ്റ്റീനോ വിച്ചീനി. ഇറ്റലിക്കാരനാണ്. ഇറ്റലി പീസയിലാണ് തുടങ്ങിയത്. അദ്ദേഹം വലിയൊരു പ്രാസംഗികനായിരുന്നു. അതായത് നോമ്പുകാല പ്രസംഗത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. നമ്മുടെ ഒരു പാപ്പ ലയോണെ 13 ഒരു ദിവസം ഒരു നോയമ്പ് കാലത്ത് ധ്യാന പ്രസംഗത്തിന് വിളിച്ചു. പാപ്പ തന്നെ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ പാപ്പ തന്നെ അച്ഛനോട് പറഞ്ഞു, ഇവിടെ എല്ലാവരെയും ബ്ലെസ് ചെയ്യുക. പാപ്പ മാറി നിന്നുകൊണ്ട് അച്ഛനെ കൊണ്ട് ബ്ലെസ് ചെയ്യിപ്പിച്ചു. അത്രയും ഒരു അനുഗ്രഹീതനായൊരു മനുഷ്യനായിരുന്നു. പിന്നെ പിതാവ് പ്രസംഗത്തിനൊക്കെ പോകുന്ന വഴിക്കെല്ലാം ഒത്തിരി അനാഥ പിള്ളേരും മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട കുറേ മക്കളെയൊക്കെ കാണാൻ ഇട വന്നു. 2 സംഭവങ്ങൾ. ഒരെണ്ണം, ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മ തീരെ വയ്യാതെ കിടക്കുന്നു. 3 മക്കൾ ചുറ്റിലും നിന്ന് കിടന്ന് കരയുന്നു. അത് പിതാവ് അവിടെ ചെന്ന ഉടനെ ഇവരെ ഹോസ്പിറ്റലിലാക്കി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഈ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഈ 3 പിള്ളേരും അനാഥരായില്ലേ. അപ്പോൾ അന്നേരം പിതാവിന് വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിതാവിന് അറിയുന്ന ഒരു അച്ഛൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയി പിള്ളേരെ കൊണ്ടുപോയി. പിന്നെ അതിനുശേഷം വേറൊരു സംഭവം ഉണ്ടായി. ഒരു പിതാവ് കുടിച്ച് ദേഷ്യത്തിൽ ഭാര്യനെ കൊന്ന് മകൻ അനാഥനായി. അപ്പോൾ ആ മകനെയുമായിട്ട് ഈ അനാഥാലയത്തിലേക്ക് അങ്ങനെ അന്നേരം പിതാവിന് സ്വന്തമായിട്ടുള്ള ഒന്നുമില്ലായിരുന്നു, മറ്റുള്ളവരെ ഏൽപ്പിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തി അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കാനുള്ള ഒരു താല്പര്യമായിരുന്നു. പക്ഷേ പിതാവ് പിന്നീട് ആലോചിച്ച് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഒരു കെയറിങ് ശരിക്കും ഉണ്ടാവില്ല, പിതാവിന് നോക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ പിതാവ് തന്നെ ഒരു അനാഥാലയം തുടങ്ങി. 1879 ഒരു അനാഥാലയം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവരെ നോക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ നോക്കുന്നതിനേക്കാൾ നല്ലത് പിതാവ് തന്നെ സിസ്റ്റേഴ്സിനെ ഫോം ചെയ്തു. ഈ അനാഥ പിള്ളേരിൽ തന്നെ 6 പേരുണ്ടായിരുന്നു ഇനി വരുന്ന പിള്ളേരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് 6 പേരെയും കൂടി അങ്ങനെ ആദ്യത്തെ 12 പേരുണ്ടായിരുന്നു. 12 പേരിൽ 6 പേര് ഈ അനാഥ പിള്ളേരായിരുന്നു. അപ്പോൾ അതിനുശേഷം പിതാവ് ഇതിനൊരു നിയമങ്ങൾ വെക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നിയമങ്ങൾ വെച്ചു. ഈ പാപ്പ കുറേ ഒത്തിരി സഹായിച്ചു നിയമാവലിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഡോട്ടേഴ്സ് ഓഫ് നസ്രത്ത് എന്ന പേരാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷന് കൊടുത്തിരിക്കുന്നത്. അത് നസ്രത്തിലെ പുത്രിമാർ, അതായത് നസ്രത്ത് കുടുംബത്തിലെ പുണ്യങ്ങളും പാലിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റേഴ്സിനെ ഒരുക്കിയെടുക്കുക. ഓരോ സിസ്റ്റേഴ്സും ഒരമ്മയായിട്ട്
തീരണം, മക്കളുടെ അമ്മയായി തീരണം. ആ ഒരു മാതൃവാത്സല്യം, കുട്ടികൾക്ക് കിട്ടാത്ത ആ മാതൃവാത്സല്യം സിസ്റ്റേഴ്സ് തന്നെ കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്താലാണ് ഈ സഭ ഞങ്ങൾ പിതാവ് ആരംഭിച്ചത്. ഇവിടെ ഇപ്പോൾ അവിടെ എത്ര ഗവൺമെൻറ് ഉണ്ട് ഇതുപോലെ? ഇവിടെ കൊച്ചിയിൽ 3 സ്ഥലത്തുണ്ട്, നെടുമ്പാശ്ശേരി അത്താണിയിലുണ്ട്, നെയ്യാറ്റിങ്കര രൂപതയിൽ മുള്ളുവിള എന്ന സ്ഥലത്തുണ്ട്, പിന്നെ ആദ്യത്തെ കോൺവെൻറ്റ് ഇവിടെ മുണ്ടംവേലിലാണ്. നസ്രത്തിലെ പുത്രിമാർ, പേരുപോലെ തന്നെ തിരുക്കുടുംബത്തിൻ്റെ പുണ്യങ്ങൾ പ്രേക്ഷിത വീതിയിൽ നിർവഹിക്കുന്ന സന്യാസ സഭ. അഗതികളെയും ആലംബഹീനരെയും പരിപാലിക്കുന്ന ഇവരുടെ സഭാ ചൈതന്യം ഇവിടെ ഈ മക്കൾക്കിടയിലും ഇവർ നിർവഹിക്കുന്നു. ബധിരരായ കുഞ്ഞുങ്ങൾക്ക് മാതൃവാത്സല്യം നൽകി ഇവർ ഇവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വാഹകരാകുന്നു. ഇപ്പോൾ ഈ മുണ്ടമാരി ഇടവകയിൽ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, ഇവിടെ ധ്യാനിപ്പിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്, ഈ സ്കൂളിനെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്, എങ്കിലും കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ സിസ്റ്റർ ഈ സ്കൂളിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? ബധിരർക്കുള്ള ഒരു സ്കൂളാണ് ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഒത്തിരി പിള്ളേർ, നമ്മുടെ ജോസഫ് കുരീത്തറ പിതാവാണ് ആവശ്യപ്പെട്ടത്, ഇങ്ങനെ ഒരു സ്കൂള് നിങ്ങൾ തുടങ്ങിയാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ ഒത്തിരി പിള്ളേർ എഡ്യൂക്കേഷൻ ഇല്ലാതെ ആരും പരിഗണിക്കാതെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു മുൻഗണന കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സ്കൂൾ തുടങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്കൂൾ തുടങ്ങിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇടവകയിൽ കാറ്റഗിസം പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, ഹൗസ് വിസിറ്റിങ്ങിനുണ്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുവിധമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം സിസ്റ്റർ മരിയദീപ ബ്രദറിനോട് പറയും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സിസ്റ്ററിനെ സംസാരിക്കാൻ കിട്ടിയതിനും സിസ്റ്റർ ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിനും പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക് യു. പുണ്യവൈദികൻ അഗസ്റ്റീനോ വിച്ചീനി പകർന്നു നൽകിയ പ്രേക്ഷിത ദീപം കരങ്ങളിൽ വഹിച്ച് കൊച്ചി പ്രദേശത്ത് നന്മയുടെ പ്രകാശം നൽകുന്ന സ്പെഷ്യൽ സ്കൂൾ. ചിട്ടയായ പഠനവും പാഠ്യേതര പ്രവർത്തനങ്ങളുമായി പ്രശോഭിക്കുന്ന ഒരു സ്കൂൾ. കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നും ബധിരരായ കുട്ടികൾ ഇവിടെ പഠനത്തിനായി എത്തുന്നു. കലാകായിക മേഖലയിലും മികവ് പുലർത്തുന്ന വിദ്യാലയം. പരിശീലനം ലഭിച്ച മികച്ച അധ്യാപകരുടെ സമർപ്പണം. ഈ സ്കൂളിൻ്റെ വിവിധ പ്രവർത്തനങ്ങളും സഭയുടെ വിവിധ പ്രേക്ഷിത വീഥികളും ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മരിയ ദീപ നമ്മോട് പങ്കുവച്ചു. ദീപ സിസ്റ്റർ ഈ സ്ഥാപനത്തിൽ വന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇവിടെ നിന്നും വളരെയധികം കുട്ടികൾ ജീവിതത്തിൻ്റെ പലപ്പോഴും വഴി മുട്ടിയെന്ന് തോന്നുന്ന ആൾക്കാർക്ക് വഴി തുറന്നു കൊടുക്കുന്നൊരു സ്ഥാപനം. അതിനേക്കാളുപരി തങ്ങളുടെ ഭാവിയെക്കുറിച്ച് മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് അനുഭവിക്കുന്ന വേദനകൾക്കൊരു അന്ത്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ഇടവകയിൽ തന്നെ അലീന എന്നൊരു കുട്ടി ഇവിടെ പഠിച്ചതാണ്. ആ കുട്ടി ഇവിടെ നിന്ന് വന്നതിന് ശേഷമൊക്കെ ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോഴേ എനിക്കറിയാം, അവൾക്ക് ആദ്യം കേൾക്കാമായിരുന്നു. ഒരു അസുഖം വന്നപ്പോഴാണ് അങ്ങനെ ആയിപ്പോയത്. പക്ഷേ അതുകൊണ്ട് തന്നെ അവൾക്ക് പലതും മനസ്സിലാകും പെട്ടെന്ന്, പക്ഷേ തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ കുട്ടി ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുക. അപ്പോൾ അത്രയോ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ആയി കാണാൻ സാധിച്ചു കാണും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു അമ്മയാകാൻ സാധിച്ച സിസ്റ്ററിനെ കാണാനും പരിചയപ്പെടാനും സാധിച്ച സന്തോഷമുണ്ട്. ഈശ്വരൻ സ്വീകരിക്കട്ടെ. അപ്പോൾ സിസ്റ്റർ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സ്ഥാപനത്തെക്കുറിച്ചും സിസ്റ്ററിൻ്റെ തന്നെ ദൈവങ്ങളെക്കുറിച്ചും തുടങ്ങാം നമുക്ക്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെരുമ്പടപ്പിലെ തിരുക്കുടുംബ ആശ്രമ ദേവാലയത്തിലാണ് പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓസ്തിരിക്കാരുടെ കർമ്മലിത്ത ആശ്രമമാണ്, അവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കുടുംബമാണെങ്കിൽ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. തീർച്ചയായിട്ടും പാരൻസും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥനയുടെ ജീവിതമാണ്. അതിൽ നിന്ന് കണ്ടു വളർന്ന ഒരു ജീവിതമാണ് എൻ്റേത്. പിന്നെ കർമ്മലിത്ത ആശ്രമത്തിലെ ചെറുപുഷ്പ മിഷൻ ലീഗാണ് എന്നെ ഈ ഒരു ദൈവവിളിയിലേക്ക് വരാനായിട്ട് എന്നെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ ഒരു മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയും എല്ലാം എനിക്ക് കിട്ടിയത് ആ ഒരു സംഘടനയിൽ നിന്നാണ്. തീർച്ചയായിട്ടും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതവും അൽഫോൻസാമ്മയുടെ ജീവിതമൊക്കെ എന്നെ ഒത്തിരി പ്രചോദനം നൽകിയിട്ടുണ്ട് എനിക്ക്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റർ ആവാനായിട്ടുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. ചെറുതിലെ തൊട്ടേ സിസ്റ്റർ ആവാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. എങ്കിലും പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ ശേഷം ഒരു പ്രൈവറ്റ് ഫേമിൽ ഞാൻ
ടൈപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ഇതിനെക്കുറിച്ച് ഈ ഒരു ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനായിട്ടൊക്കെ ഒത്തിരി അവസരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ഗവൺമെൻറ് ജോലിക്ക് ഒരു ഇൻ്റർവ്യൂ കൂടി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഈ സഭയിലെ നസ്രത്തിൻ്റെ പുത്രിമാർ എന്ന സഭയിലെ സിസ്റ്റേഴ്സ് ചെറുപുഷ്പ മിഷേലിൻ്റെ ഒരു ക്യാമ്പിൽ വന്നപ്പോഴേക്കും അവർ വഴിയാണ് ഞാൻ ഈ ഒരു കോൺഗ്രിഗേഷനിലേക്ക് വരാനായിട്ട് ഇടയായത്. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു കോൺഗ്രിഗേഷനിൽ ചേരാനായിട്ട് എനിക്ക് സാധ്യമായി എന്നെ അനുഗ്രഹിച്ചത്. അപ്പോൾ ഇവിടെ സിസ്റ്ററിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, എന്തൊക്കെ സംഭവിക്കുന്നു, ഇവിടുത്തെ ശുശ്രൂഷകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഇവിടെ ഞാൻ ഇപ്പോൾ HM ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 20 വർഷമായി ഇവിടെ സേവനം ചെയ്യുന്നു. കൂടുതലും ഇങ്ങനെയുള്ള ബധിരരായ കുട്ടികളേക്ക് വേണ്ടി സേവനം ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ എനിക്ക് ലഭിച്ചേക്കുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. ഓരോ ദിവസവും പ്രാർത്ഥനയിലൂടെ ഈ കുട്ടികളെ മുഴുവനും ഞാൻ ഓരോ ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ ദിവസം ആരംഭിക്കുന്നത്. ഇവരുടെ പാരൻസ് ആണെങ്കിലും എപ്പോഴും വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മളെ സമീപിക്കാറുള്ളത്. അവർക്ക് ഉള്ളിലൊരു ബുദ്ധിമുട്ട്, സങ്കടം എപ്പോഴും ഉണ്ടാകും. ഇങ്ങനെ ഒരു കുട്ടിയെ അവരുടെ കുടുംബത്തിൽ വന്നു കഴിയുമ്പോഴേക്കും ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് നമ്മുടെ അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഒരു വാക്ക് കുട്ടികൾ പറഞ്ഞ് കേൾക്കണമെന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ കുട്ടികളെയും കൊണ്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി എക്യുപ്മെൻറ്റ്സ് നമ്മുടെ സ്കൂളിലുണ്ട്. കുട്ടികളെ ശബ്ദം പുറപ്പെടുവിക്കാനായിട്ടൊക്കെ 2 വയസ്സിലാണ് കുട്ടികളെ ഇവിടെ കൊണ്ടുവരുന്ന കുട്ടികളെ കൂടുതലും ശബ്ദമൊന്നും ഉണ്ടാവില്ല വരുമ്പോഴേക്കും. അപ്പോൾ അവരെ കൂടുതൽ ശബ്ദത്തിൻ്റെ ലോകത്തേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ട്. അതുവഴി കുട്ടികളെ ശബ്ദത്തിൻ്റെ ലോകത്തേക്ക് ഞങ്ങൾ നയിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ശബ്ദത്തിൽ സംസാരിക്കാൻ സാധിക്കുമോ? ആദ്യം വരുമ്പോഴേക്കും ഒരു ശബ്ദം പോലും കുട്ടികൾക്ക് ഉണ്ടാവാറില്ല. പിന്നെ ഞങ്ങൾ സ്പീച്ച് തെറാപ്പി മെത്തേഡിലൂടെയാണ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. സാധാരണ സിസ്റ്റേഴ്സ് എൻ്റെ കൂടെ സ്റ്റാഫുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാവരും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ശബ്ദം, ഞങ്ങളുടെ എല്ലാവരുടെയും ശബ്ദം കുട്ടികൾക്കായിട്ട് നൽകിക്കൊണ്ടിട്ടാണ് ഓരോ ദിവസവും ഞങ്ങൾ കുട്ടികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ബധിരർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഈ സ്കൂളിനോടൊപ്പം തന്നെ സാധാരണ കുട്ടികൾക്ക് കേൾവിയുള്ള കുട്ടികളുടെ ഒരു LKG UKG വിഭാഗം കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബധിരരായ കുട്ടികൾ പഠിക്കാനല്ലാത്ത സമയത്ത് കളിക്കാനൊക്കെ പോകുമ്പോൾ ഈ കുട്ടികളുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് കുറച്ചുകൂടി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങളിവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പാരൻസിൻ്റെ ഒരു പ്രത്യേക സപ്പോർട്ട് കൊണ്ടിട്ടാണ് അതിന് ഞങ്ങൾക്കിവിടെ സാധിക്കുന്നത്. ബധിരരായ കുഞ്ഞുങ്ങളുടെ പഠനത്തെ മികവുറ്റതാക്കാൻ സഹായകരമായ വിവിധ പ്രവർത്തനങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. കലാപരമായ കഴിവുകൾ വളർത്തുന്ന പരിശീലനങ്ങൾ, കുട്ടികളുടെ നാനാവിധത്തിലുള്ള വിവിധ കഴിവുകളെ വളർത്തുന്ന പരിശീലനങ്ങൾ, പുതിയ കാലഘട്ടത്തിനൊത്ത് കുഞ്ഞുങ്ങളെ വാർത്തെടുത്ത് കരുത്തരാക്കുന്ന പഠന കേന്ദ്രം. ഞാൻ കേരളത്തിൽ ചില സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ഈ നമ്മുടെ ചൊടിയനങ്ങുന്നത് കൊണ്ട് മാത്രമേ കാര്യം മനസ്സിലാകത്തുള്ളൂ. പക്ഷെ അനിലെ ഞാൻ കാണുന്നത് അങ്ങനെയല്ല. അവളുടെ വീട്ടിലൊരാൾ കയറി ചെന്നാൽ തന്നെ അവർ മനസ്സിലാക്കുന്നു. ആ ഒരു വ്യത്യാസം അവരുണ്ടാകാനുള്ള കാരണം എന്താണ്? അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് സൈൻ ലാംഗ്വേജിലൂടെയാണ് ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നുള്ളതാണ് ഇപ്പോഴുള്ള മെത്തേഡ് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് ഈ കുട്ടികളെ ചെറുപ്പം മുതലേ അവരുടെ ശബ്ദത്തിൻ്റെ ആ ഒരു മെത്തേഡിലൂടെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടിട്ട് സാധാരണ ജനങ്ങളുമായിട്ട് ഇവർക്ക് ഇടപഴകാനും സാധാരണ ജനങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറാനൊക്കെയുള്ള ഒരു അവസരം കഴിവ് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുതിയ മെത്തേഡ് അനുസരിച്ചിട്ട് ഇവർക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്കും കൂടി ഞങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം പുതിയ ഹയർ സ്റ്റഡീസിനൊക്കെ കുട്ടികൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലത്ത് അങ്ങനെയൊന്നും അല്ല. കുട്ടികളൊന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഹയർ സ്റ്റഡീസും കൂടി വേണമെന്നുള്ള ഒരു ഇത് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും സൈൻ ലാംഗ്വേജ് കൂടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതും കൂടി പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും. സഭാസ്ഥാപകൻ ഫാദർ അഗസ്റ്റീനോ വിച്ചീനി പകർന്നു നൽകിയ പ്രേക്ഷിത ദീപത്താൽ അനേകം മക്കൾക്ക് കരമേകി നയിക്കുന്ന വിദ്യാലയം, പുതിയ കാലഘട്ടത്തിനൊത്ത്
കുഞ്ഞുങ്ങളെ വാർത്തെടുത്ത് കരുത്തരാക്കുന്ന പഠന കേന്ദ്രം. അതെ, തിരുസഭയുടെ പ്രേക്ഷിത മുഖം ഈ സന്യാസിനികൾ ഇവിടെ നിർവഹിക്കുന്നു, സമൂഹത്തിന് നന്മയുടെ പ്രകാശമേകിക്കൊണ്ട്. ഇവിടെ വന്നു പോയിട്ടുള്ള കുട്ടികളിലെ സിസ്റ്ററിന് ഏറ്റവും മെമ്മറിയിൽ ഇങ്ങനെ നിൽക്കുന്ന പിള്ളേർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന ഏതെങ്കിലും കുട്ടികളെക്കുറിച്ച് പറയാനോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കുട്ടികൾ എൻ്റെ ആ ഒരു ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഞങ്ങൾക്ക് ഒരേപോലെ തന്നെയാണ്. കാരണം ചെറിയ ഇവരുടെ ഇത് വീക്ക്നെസ്, ബധിരത എന്ന് പറയുന്നത് എല്ലാവരും ഒരേ ലെവലല്ല. പ്രൊഫൗണ്ടായിട്ടുള്ളവരുണ്ട്, മൈൽഡായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചു പോയവരുണ്ട്. അതേസമയം സാധാരണ ജോലി ചെയ്യുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ കുടുംബത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു നല്ല ജീവിതം നയിക്കാനായിട്ട് അവർ സഹായിക്കുക എന്നുള്ള ഒരു ഇതിലൂടെയാണ് എനിക്ക് പഠിച്ചുപോയ കുട്ടികളെ വിവാഹിതരായ കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ ഉണ്ടോ? കുടുംബജീവിതം നയിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. ഇപ്പോൾ ഇവിടെ നിന്ന് പോയതിൽ ആദ്യത്തെ ബാച്ചിലെ കുട്ടികളെല്ലാവരും തന്നെ കുട്ടികളൊക്കെ ആയി കുടുംബമായിട്ട് കഴിയുന്നവരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കൊച്ചി പ്രദേശം മാത്രമല്ലല്ലോ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. എന്താണ് സിസ്റ്റർ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് ഇവർക്കെന്ന് പറഞ്ഞാൽ ബധിരരായ കുട്ടികളായതുകൊണ്ടിട്ട് തന്നെ അടുത്തുള്ള സ്കൂളുകൾ ഇതിനനുസരിച്ചുള്ള സ്കൂളുകൾ പല സ്ഥലത്തും ഇല്ല. അതുകൊണ്ട് തന്നെ ദൂരെയുള്ള കുട്ടികൾ പല ജില്ലകളിൽ, ആലപ്പുഴ, തിരുവനന്തപുരത്തു നിന്നൊക്കെയുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ചിലവർ അവർ പാരൻസ് കുടുംബമായിട്ട് തന്നെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് വീട് എടുത്ത് താമസിച്ചിട്ടുണ്ട്. അല്ലാതെ പറ്റാത്ത ഫാമിലിയായിട്ട് വരാൻ പറ്റാത്തവരുണ്ടല്ലോ, അവർ കുട്ടികളെ നമ്മളിവിടെ ഹോസ്റ്റല്, നമ്മൾ പ്രൈവറ്റായിട്ടൊരു ഹോസ്റ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 35ഓളം കുട്ടികൾ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. ഗേൾസും ബോയ്സും സെപ്പറേറ്റ് ഹോസ്റ്റലുകളുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സിസ്റ്റേഴ്സ് രാവിലെ മുതൽ രാത്രി വരെ ശരിക്കും ഈ കുട്ടികളുടെ കൂട്ടത്തിലാണ്. കാരണം കുട്ടികൾ ഇവർ ബധിരരായതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് പോലും ഇവരുടെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് രാത്രി കറണ്ടൊക്കെ പോകുമ്പോൾ സമയത്ത് ഇവർക്ക് നമ്മളെപ്പോലെയല്ല, നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ഇവർക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. കറണ്ട് പോയാലും അവിടെ നിൽക്കട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് കേൾക്കാവുന്നതുകൊണ്ട് നമ്മളവിടെ. പക്ഷേ ഇവരങ്ങനെയല്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒന്നുമില്ല. കേൾവി ഇല്ലാത്തത് കൊണ്ടിട്ട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടിട്ട് ഒരു മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫുൾ ടൈം സിസ്റ്റേഴ്സ് എല്ലാവരും എൻഗേജ്ഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ കുട്ടികൾ വിദ്യാഭ്യാസം കൊടുക്കുക മാത്രമല്ലല്ലോ, മറ്റു പല കാര്യങ്ങളും ഇവരുടെ ജന്മസിദ്ധമായ കഴിവുകൾ, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതായത് കുട്ടികൾ ബധിരരാണെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഫിസിക്കലായിട്ട് ഒരു പ്രശ്നം ഇവർക്കില്ല. നമ്മളിപ്പോൾ വേറൊരു ലാംഗ്വേജ്, നമ്മൾ കേൾക്കുന്ന ലാംഗ്വേജ് മാത്രമേ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതുപോലെ ഇവർ കേൾക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് പറയാൻ പറ്റാത്തത്. അപ്പോൾ വേറെ ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടിട്ടാണ്? അത് നമ്മൾ കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. ഈ കുട്ടികൾക്ക് കേൾവി ഇല്ലാത്തത് കൊണ്ടിട്ട് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വേറെ എല്ലാ കഴിവുകളും ഇവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളേലും കൂടുതൽ കോൺസെൻട്രേഷനും കൂടി ഉള്ളതുകൊണ്ടിട്ട്, കൂടുതൽ കഴിവുകളുള്ളത് കൊണ്ടിട്ട് ഇപ്പോൾ ഡാൻസ്, അതുപോലെ തന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, അതുപോലെ ഈ വർക്ക് എക്സ്പീരിയൻസ്, ഓരോ മെറ്റീരിയൽസൊക്കെ ഉണ്ടാക്കാനൊക്കെയുള്ള കഴിവുകൾ ഇവർക്ക് ഭയങ്കര കൂടുതലാണ്. ഡ്രോയിങ്ങിൻ്റെ ഫീൽഡിൽ ഇവർക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഓരോ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ക്ലേ മോഡലിങ്, അതുപോലെ തന്നെ ചന്ദനത്തിരി ഉണ്ടാക്കൽ, അങ്ങനെ പല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. വുഡിൽ എൻകാർവ് ചെയ്തിട്ടുള്ള ഡോറിലൊക്കെ വെക്കൂലേ വുഡ്, അതിൻ്റെ ഇതൊക്കെ ചെയ്യാനായിട്ടൊക്കെ അല്ലേ ഇവർക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പ്രത്യേകം സാറന്മാർ. ഡാൻസിനാണെങ്കിലും ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പ്രത്യേകം സാറന്മാർ, ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോൺഗ്രിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ എത്രയോ കുടുംബങ്ങൾക്ക് വെളിച്ചമായി മാറി, എത്രയോ കുട്ടികൾക്ക് ശബ്ദമായി മാറി, എത്രയോ കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി തങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ വെളിച്ചം കണ്ടെത്തിയവരാണ്. ഒരു പക്ഷേ വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങളെന്ന് മാതാപിതാക്കൾ വിചാരിച്ചിരുന്ന കുഞ്ഞുങ്ങൾ പലരും മാർഗം കണ്ടെത്തി. അതിനൊക്കെ കാരണമായത് നമ്മുടെ ഈ സ്ഥാപനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സ്ഥാപനത്തിലെ സിസ്റ്റർ ഇത്രയും വർഷം ശുശ്രൂഷിച്ചതിൽ നിന്നും ഒരു സന്യാസിനി എന്ന നിലയിൽ സിസ്റ്റർ ഇതെങ്ങനെ എൻജോയ് ചെയ്യുന്നതെന്ന് പറയാമോ? ഈ കുട്ടികളുടെ കൂടെ ആയിരിക്കുന്ന സമയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ദൈവത്തിൻ്റെ ആ കരം ഞങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ദിവസം ഞാനൊരു കുട്ടിയോട് പറയുമായിരുന്നു, യേശു ചെകിടരായ വ്യക്തിയെ
തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി തന്നെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എന്താണ് ഇപ്പോൾ ദൈവത്തിന് വരാൻ പറ്റുന്നില്ല, ഞങ്ങളെ സഹായിക്കുന്നത് എൻ്റെ സിസ്റ്റർമാരാണല്ലോ, അപ്പം നിങ്ങളാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് കുട്ടികൾക്ക് തന്നെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ അത് പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ആ ഒരു കഴിവല്ല, സർവശക്തനായ ദൈവമാണ് എന്നിലൂടെ ഇവരെ സഹായിക്കാനായിട്ട് ഒരു ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൽ ഞാൻ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങനെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മാറ്റിവെക്കാനായിട്ട് എന്നെ ദൈവം പ്രത്യേകം വിളിക്കുകയായിരുന്നു എന്നുള്ളത് എനിക്ക് എപ്പോഴും ഓരോ ദിവസം എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ ഓരോ ദിവസവും ഞാൻ ഈ കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് നന്ദി പറയുന്നതും ദൈവം എന്നെ ഈ ഒരു ദൈവവിളിയിലേക്ക് എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഇവരെ സഹായിക്കാനായിട്ട് ഞാൻ സന്നദ്ധയാകുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ സിസ്റ്റേഴ്സും, അവരെ സഹായിക്കാനായിട്ടുള്ള എല്ലാ ടീച്ചേഴ്സും, അതുപോലെ തന്നെ എൻ്റെ ഇവിടുത്തെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സും മാനേജറും അതുപോലെ കോൺഗ്രിഗേഷൻ എല്ലാ സിസ്റ്റേഴ്സും ഇതിന് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ പ്രാർത്ഥനയോടെ ഈ ജീവിതം ആരംഭിക്കുന്നത്. സിസ്റ്ററിനെ കാണുവാനും സിസ്റ്ററിൻ്റെ ഇവിടെയുള്ള മറ്റ് സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കാനും സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഷാരോൺ TV യുടെ പേരിൽ പ്രത്യേകമായിട്ട് സിസ്റ്ററിന് നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതി.